നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 5 അധ്യാപക ദിനത്തിൽ അരൂരിൽ വിവിധ കേന്ദ്രങ്ങളിൽ ഗുരുവന്ദനം നടന്നു. അരൂർ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അരൂർ എഴുപുന്ന പഞ്ചായത്തുകളിലെ അംഗനവാടി ടീച്ചർമാരെ ആദരിക്കുകയുണ്ടായി. അരൂർ പഞ്ചായത്തിൽ റഹ്മത്തിനെയും, ചന്ദരൂരിൽ ഷിമ്മിയെയും, എഴുപുന്ന പഞ്ചായത്തിൽ ഷിമ്മി, മെൽജി എന്നീ അംഗനവാടി ടീച്ചർമാരെയും ആദരിച്ചു. അംഗനവാടികളിലെ കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ റോട്ടറി ക്ലബ് പ്രസിഡന്റ് കെ പി അംബുജാക്ഷൻ, റൊട്ടേറിയന്മാരായ റജു ജോർജ്, അജാസ്, ആന്റണി, വിനോദ് എന്നിവർ സംബന്ധിച്ചു. അരൂർ സെന്റ് ഏഴ്സൺസ് ഹൈസ്കൂൾ 1978 SSLC ബാച്ചിലെ അധ്യാപകരായ കുടുംബാംഗങ്ങളെ ആദരിച്ചു. സെപ്റ്റംബർ 5 അരൂർ ഗെയിൽ കോട്ടേജിൽ നടന്ന സൗഹൃദ സംഗമത്തിലാണ് ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥ് ഉൾപ്പെടുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആദരവ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ഡോക്ടർ ഷീല, സോജ തങ്കച്ചൻ, ട്രേസ്യാക്കുട്ടി, M രാജേശ്വരി, R രാജേശ്വരി എന്നീ അധ്യാപകരാണ് ആദരിക്കപ്പെട്ടത്. സൗഹൃദ കൂട്ടായ്മയുടെ അധ്യക്ഷൻ KD അജയഘോഷ് അധ്യക്ഷത വഹിച്ചു. APJ അബ്ദുൽ കലാം അക്കാദമി സംസ്ഥാന അധ്യാപക അവാർഡ് ഫോർട്ട് കൊച്ചി സാന്റാക്രൂസ് LP സ്കൂളിലെ അറബി അധ്യാപകനും ക്ലീൻ അരൂക്കുറ്റി ഫൗണ്ടേഷൻ കോർഡിനേറ്ററുമായ PM സുബൈറിന് ലഭിച്ചു. പ്രശംസാപത്രവും ഫലകവും പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി സമ്മാനിച്ചു. അറബി അധ്യാപകനായ PM സുധീർ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ പാഠ്യവും പാഠ്യേതര പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുക കൂടാതെ കലാപ്രവർത്തനങ്ങളിലും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലും നേതൃത്വം കൊടുക്കുന്നത് പരിഗണിച്ചാണ് അവാർഡ് സമ്മാനിക്കപ്പെട്ടത്. കലാ സാംസ്കാരിക പ്രവർത്തനത്തിനുള്ള 2024 ഗുരു നിത്യ ചൈതന്യയതി നാട്യരത്ന പുരസ്കാരം അരൂർ പഞ്ചായത്ത് 20ാം വാർഡ് മെമ്പർ PR ജ്യോതിലക്ഷ്മിക്ക് ലഭിച്ചു. തുഞ്ചൻ പറമ്പിൽ നടന്ന ചടങ്ങിൽ ഡോക്ടർ MP അബ്ദുൾ സമദ് സംദാനി MP-യിൽ നിന്നും PR ജ്യോതിലക്ഷ്മി അവാർഡ് സ്വീകരിച്ചു. CPIM അരൂർ ഹൈസ്കൂൾ ബ്രാഞ്ച് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ മത്സരവും ചെസ് മത്സരവും സംഘടിപ്പിക്കുന്നു. ബ്രാഞ്ച് സെക്രട്ടറിയുമായി ബന്ധപ്പെടുക. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ബെഥേൽ ചർച്ച് കുണ്ടന്നൂർ ഒരുക്കുന്ന സ്വർഗീയ സന്ദേശം 2024 സെപ്റ്റംബർ 12, 13, 14, 15 തീയതികളിൽ വൈകുന്നേരം 5:30 മുതൽ 9 മണി വരെ നടത്തപ്പെടുന്നു. പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിക്കും. അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി LS അശോക് കുമാർ. നന്ദി.